ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ HUF ബിസിനസ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് HUF ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാം. അല്ലെ, HUF എന്ന് പറഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇത് ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു ട്രഡീഷണൽ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഇത് ഹിന്ദു സക്സഷൻ ആക്ട് 1956ഉം ഹിന്ദു ലോവും അനുസരിച്ചാണ് ഇത് ഗവേൺ ചെയ്യുന്നത്. HUFല് ബിസിനസ് ഒരു വ്യക്തിയുടേതല്ല, ഒരു മുഴുവൻ കുടുംബത്തിന്റെയും ബിസിനസ് ആണ്. ഈ ഫാമിലിയിലെ ഹെഡിനെ കർത്ത എന്നാണ് വിളിക്കുന്നത്. കർത്തയാണ് ഈ ബിസിനസ് ഓർഗനൈസേഷൻ. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും പകരം അവരാണ് അത് നോക്കി നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ജ്വല്ലറി ബിസിനസ് അച്ഛനാണ് നടത്തുന്നതെങ്കിൽ മക്കളും ഫാമിലി മെമ്പേഴ്സും അതിൽ ഓണർഷിപ്പ് ഉണ്ട്. അവിടെ ജനിക്കുന്നവർക്കോ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നവർക്കോ ആ ഫാമിലിയിലായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലാതെ എന്തെങ്കിലും മാരേജ് വഴി വരുന്നവർക്കും എല്ലാം ആ ബിസിനസ്സിൽ അവകാശങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്, ലീഗൽ ബേസിസ് ഓഫ് HUF. അതിൽ ആദ്യം പറഞ്ഞ ഗവേണിംഗ് ലോ ആണ്. അതായത് ഈ HUF എന്ന് പറയുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്ന ബിസിനസ് ഗവേൺ ചെയ്യുന്നത് ദ ഹിന്ദു സക്സഷൻ ആക്ട് 1956 പ്രകാരമാണ്. നെക്സ്റ്റ് പറയുന്നത് മെമ്പർഷിപ്പ് ബൈ ബർത്ത്. അല്ലെ, അവിടെ അതിലെ മെമ്പേഴ്സിന് ഈ ജോയിന്റ് ഫാമിലി, ഈ ഒരു ഫാമിലിയിൽ ബർത്ത് കൂടെ തന്നെ അവർക്ക് കിട്ടും, അവർക്ക് ആ ബിസിനസ്സിലെ മെമ്പർഷിപ്പ് കിട്ടും. ഇല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നത് വഴിയും അവർക്ക് ആ ബിസിനസ്സിലെ ഒരു മെമ്പർഷിപ്പ് ലഭിക്കും. ഇല്ലെങ്കിൽ മാരേജ് ചെയ്ത് കൊണ്ടുവരുന്നവരെയും ആ ഫാമിലിയിലോട്ട് വരുന്നവർക്കും ഈ മെമ്പർഷിപ്പ് ലഭിക്കും. അല്ലാതെ പുറത്തു നിന്നവർക്ക് ഒരിക്കലും ഈ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. ഒരു ഫോർമാലിറ്റീസും, അതായത് ഇവിടെ ഒരു എഗ്രിമെന്റും ഇല്ല, ഒരു രജിസ്ട്രേഷനും ഒന്നുമില്ല. അതെയാണ് ഈ HUF ബിസിനസ് റണ് ചെയ്യുന്നത്. ആ ഫാമിലി ഇതിലെ മറ്റുള്ള മെമ്പേഴ്സിനെ കോ പാർട്ട്നേഴ്സ് എന്ന് പറയും. അപ്പം ഒരു ഫാമിലി ഹെഡ് കർത്തയാണ് ഇത് ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പൊ അവർ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആർക്കാണോ അതിന്റെ സക്സഷൻ ആയിട്ട് ആ റൂൾ കിട്ടുന്നത്, അവരെന്ത് ചെയ്യും, ആ ഫാമിലിയിൽ ഈ ബിസിനസ് റൺ ചെയ്യും. അങ്ങനെയാണ് ഇത് ഈ HUF എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, കീ ഫീച്ചേഴ്സ് ഓഫ് HUF. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കീ ഫീച്ചേഴ്സ്. ആദ്യത്തത് ഫോർമേഷൻ ബൈ സ്റ്റാറ്റസ്. അല്ലെ, ഇവിടെ ഒരു കോൺട്രാക്റ്റോ ഒന്നുമില്ല. നമ്മൾ ബോൺ ചെയ്യുമ്പോൾ തന്നെയാണ് അവർക്ക് അവിടുത്തെ മെമ്പർഷിപ്പ്, ഈ ജോയിന്റ് ഹിന്ദു ഫാമിലിയിലേക്കുള്ള മെമ്പർഷിപ്പ് കിട്ടുന്നത്. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ലാതെ നമുക്ക് വെളിയിൽ നിന്ന് ഒരാൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. അല്ല, ഒന്നുകിൽ അഡോപ്ഷൻ വഴി ആ ഫാമിലിയിൽ വരണം, ഇല്ലെങ്കിൽ മാരേജ് വഴിയും ആ ഫാമിലിയിൽ മെമ്പർ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു HUFൽ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ്, മാനേജ്ഡ് ബൈ കർത്ത. ഇത് മാനേജ് ചെയ്യുന്നത് ആരാണ്? കർത്ത, ദ ഹെഡ് ഓഫ് ദ ഫാമിലിയാണ് കർത്ത. അവരാണ് ഈ ബിസിനസ് മാനേജ് ചെയ്യുന്നത്. പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ഫോർ കോ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിലെ മെമ്പേഴ്സ്, അവരെയാണ് കോ പാർട്ട്നേഴ്സ്. അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി, അതായത് അവർക്ക് എത്രയാണോ ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ എന്തുമാത്രമാണ് അവർക്ക് ഷെയർ ഉള്ളത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി അവർക്ക് ഉള്ളത്, ആ ഒരു പ്രോപ്പർട്ടിയുടെ അത്രയും മാത്രമേ അവിടെ ലയബിൾ ഉള്ളൂ. ബാക്കി അവരുടെ പേഴ്സണൽ അസറ്റ്സ് ഒന്നും എടുത്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഡെപ്റ്റ് പേ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റഡ് ലയബിലിറ്റി ഫോർ കോ പാർട്ട്നേഴ്സ്. നെക്സ്റ്റ്, ലാസ്റ്റ് പോയിന്റ് ഇസ് പെർപെച്വൽ കണ്ടിന്യൂറ്റി. അതായത് ഈ HUF ഡസ് നോട്ട് ഡിസോൾവ്. അല്ലെ, ഒരിക്കലും നിർത്താനോ ഒന്നും പറ്റില്ല. കർത്ത മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആരാണോ ആ പൊസിഷനിലേക്ക് വരാൻ യോഗ്യർ, അവർക്ക് ആണ് അത് കൊടുക്കുന്ന ആ ബിസിനസ്. അങ്ങനെ ആ ബിസിനസ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഈ ഓരോ തലമുറകളായിട്ട് ഈ ബിസിനസ് എന്ത് ചെയ്യും, ഓരോരുത്തരുടെ കയ്യിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണിന്റെ കയ്യിൽ പോവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും, അത് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, HUF ഇൻ ആക്ഷൻ. അതായത് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വഴി നമുക്കിത് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അല്ലെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു ജോയിൻ ഹിന്ദു ഫാമിലി ഒരു ഡൽഹിയിൽ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങുവാണ്. അവരുടെ ആദ്യത്തെ ജനറേഷൻ, അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ആണ് ഈ ഒരു ബിസിനസ് തുടങ്ങുന്നത്. അവരുടെയും ആൻസിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ലാൻഡും ക്യാപിറ്റലും ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുവാണ്. അവരെയാണ് പറയുന്നത്, കർത്ത എന്ന് പറയുന്നത്. അല്ലെ, ബിസിനസ്സിലെ ഒരു ഫാമിലിയിലെ ഹെഡ് ഓഫ് ദ ഫാമിലി, അവരാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ഇവിടെ ഈ ഗ്രാൻഡ് ഫാദർ കർത്ത ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആ ഗ്രാൻഡ് ഫാദറിന് രണ്ട്
ആൻഡ് സൺ അല്ലെ മക്കളുണ്ടാവുകയാണ്. അവരെന്ത് ചെയ്യും, മാനേജ് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യും, അവർ ബിസിനസ് റൺ ചെയ്യാൻ അവർ ഈ ഫാദറിനെ ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പൊ അവരോട് എന്താവും, കോ പാർട്ട്നേഴ്സ് ആവും. നെക്സ്റ്റ് ഈ അവരുടെ ഇവർക്ക് ഒരു മക്കളുണ്ടാവുകയാണ്, അതായത് ഈ ഗ്രാൻഡ് ഫാദറിന് ഗ്രാൻഡ് സൺസ് ഉണ്ടാവുകയാണ്, 3rd ജനറേഷൻ. അപ്പൊ അവിടെ എന്താണ്, ആ ഫാമിലി ബിക്കം കുറച്ചും കൂടെ എക്സ്പാൻഡ് ആവണം. അവിടെ എന്താണ്, ആ ബർത്ത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവിടെ കോ ഓണേഴ്സ് ആയിട്ട് അവർ മാറുവാണ് അല്ലെ. ബർത്ത് വഴി തന്നെ അവർക്ക് എന്ത് ചെയ്യും, അവിടുത്തെ മെമ്പർഷിപ്പ് കിട്ടും. ഈവൻ ഇഫ് ദേ നെവർ വർക്ക് അല്ലെ, അവരവിടെ വർക്ക് ചെയ്തില്ലെങ്കിലും ബർത്ത് ചെയ്തത് ആ ഫാമിലിയിൽ ബർത്ത് ചെയ്യുമ്പോൾ തന്നെ എന്താണ് അവർക്ക് ആ ഒരു അവകാശം, ആ ഒരു മെമ്പർഷിപ്പ് അവർക്ക് കിട്ടുവാണ്. അത് കഴിഞ്ഞിട്ട് സക്സഷൻ അല്ലെ, വെൻ ഗ്രാൻഡ് ഫാദർ പാസ്ഡ് അവേ, അവർ മരിക്കുമ്പോൾ എന്താണ് ഒഫീഷ്യലി അത് ആർക്ക് പോകും, എൽഡസ്റ്റ് സൺ, ആരാണോ എൽഡസ്റ്റ് സണ്ണ് അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി പോകും. അപ്പൊ അവരെന്ത് ചെയ്യും, കറക്റ്റായിട്ട് ആക്ട് ചെയ്ത് ബിസിനസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാൽ ഒരു കോമൺ എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ വോളണ്ടറി ആയി ഒന്നിച്ച് ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതല്ല, മെമ്പേഴ്സിന് സർവീസ് ചെയ്യുക എന്നതാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫേമസ് സ്ലോഗനാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അതായത് എല്ലാ മെമ്പേഴ്സിനെയും പരസ്പരം നമ്മൾ സഹായിക്കണം, എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടി വർക്കും ചെയ്യണം. ഫോർ എക്സാമ്പിളിന് 50 ഫാമേഴ്സ് ഒന്നിച്ച് അവർക്ക് ഒരു സീഡ്സും ഫെർട്ടിലൈസറും ബൾക്കായി വാങ്ങിക്കണം. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്താണ് യൂസ്, അവർക്ക് കോസ്റ്റ് കുറയും, പ്രോഫിറ്റ് കൂട്ടാനും എല്ലാം അവരെ സഹായിക്കും. മെറിറ്റ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ. അതായത് ഈസി ഫോർമേഷൻ അല്ലെ, രജിസ്ട്രേഷൻ അണ്ടർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ കീഴിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അത് എന്താണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതെന്താണ് ഇൻഎക്സ്പെൻസീവ്, ചെലവ് വളരെ കുറവാണ്. ഫാർ സിംപിളർ ദാൻ ഫോമിങ്, ഒരു കമ്പനി ആയിട്ടാണ് ഇവർ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ കമ്പനി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഫാർ മോർ ഈസിയർ ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ. നെക്സ്റ്റ് ഇസ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, അതിലെ എല്ലാ മെമ്പേഴ്സിനും എന്താണ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം കിട്ടും. അതാണ് ഈ ഡെമോക്രാറ്റിക് മാനേജ്മെന്റിൽ പറയുന്നത് അല്ലെ. Every member has an equal vote. An elected managing committee ensures decisions are transparent and accountable to all members. ആ elected members ആണ് എന്ത് ചെയ്യുന്നത്, അവർ ഡിസിഷൻസ് എടുക്കുന്നതും എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയുള്ള കാര്യങ്ങളും അവർ ട്രാൻസ്പെറന്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നതും ഈ എലക്ട് ചെയ്ത മെമ്പേഴ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ്. ലിമിറ്റഡ് ലയബിലിറ്റി എന്താണ്, അവിടെ എന്താണ് മെമ്പേഴ്സിന് ആ ഒരു പേഴ്സണൽ അസറ്റ്സ് ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ എന്താണ് കൊടുക്കേണ്ട ആവശ്യം, ആ സൊസൈറ്റിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അവർക്ക് അതിലുള്ള എത്രയാണോ ആ എമൗണ്ട് ആ ഒരു അത് മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ മതി, അവർ പേ ചെയ്താൽ മതി. അല്ലാതെ അവരുടെ പേഴ്സണൽ അസറ്റ്സ് ഒന്നും അതിൽ എന്താണ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റേബിൾ എക്സിസ്റ്റൻസ് അല്ലെ, അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ രൂപീകരിച്ച് അതെന്താണ് എപ്പോഴും കുറെ നാളത്തേക്ക് സ്റ്റേബിൾ ആയിരിക്കും. അതായത് ഒരു മെമ്പർ മരിക്കോ റിസൈൻ ചെയ്താൽ കൂടെ എന്ത് പറ്റും, ബാക്കിയുള്ളവർ ചേർന്ന് എന്ത് ചെയ്യും, അത് ആ സൊസൈറ്റി കണ്ടിന്യൂ ചെയ്ത് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് ഈ സ്റ്റേബിൾ എക്സിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് സോഷ്യൽ സർവീസ് ഓറിയന്റഡ്, അവിടെ പ്രോഫിറ്റ് അല്ല, എന്താണ് ഒരു മെമ്പേഴ്സിന്റെ വെൽഫെയർ ആണ് അവരുടെ ലക്ഷ്യം. നെക്സ്റ്റ് ടോപ്പിക് ലിമിറ്റേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരുപാട് എന്താണ് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ, കുറവുകളുണ്ട്. എന്താണ് ആദ്യത്തെ ഒന്ന് എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സ് അല്ലെ. റിസോഴ്സ് എല്ലാവരും ഇവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മിഡിൽ ക്ലാസ്സിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഒരു ഗ്രൂപ്പിൽ വരുന്നത് അല്ലെ, കൂടുന്നത്. അപ്പൊ അവിടെയാണ് അവർക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ എന്താണ് വളരെ പരമാവധി ലിമിറ്റഡ് റിസോഴ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് എന്തെങ്കിലും അത് എക്സ്പാൻഡ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർ വളരെ ചെറിയ രീതിയിലായിരിക്കും ഇതെന്താണ് നടത്തുന്നത് ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അത് കഴിഞ്ഞിട്ട് ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ് അല്ലെ, ഇവരിലെ ഉള്ളവർ നല്ല എക്സ്പേർട്ട് ആവണോ, ഒരു ബിസിനസ് ചെയ്ത് അങ്ങനെയൊക്കെ എക്സ്പോർട്ട് ആവണമെന്നൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു മാനേജ്മെന്റിൽ ഒരു എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാവും അല്ലെ. മാനേജേഴ്സ് ആർ ഫ്രീക്വന്റ്ലി നോൺ പ്രൊഫഷണൽ ട്രെയിൻഡ് അല്ലെ, അവർ ഒരിക്കലും പ്രൊഫഷണലി ട്രെയിൻഡ് ഉള്ള ആൾക്കാരൊന്നുമല്ല. വിച്ച് ക്യാൻ ലീഡ് ടു പുവർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റെഡ്യൂസ് ഓപ്പറേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ് അവർ അത്രയും എഫിഷ്യന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ പുവർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്സ് ഉണ്ടാവാനുള്ള ചാൻസും ആ ഓപ്പറേഷൻ ആ നടത്തിപ്പ് നല്ല എഫിഷ്യന്റ് ആയിട്ട് അല്ലാതെ
പോവാനുമുള്ള സാധ്യത കൂടുതലാണ്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ അല്ല, അവിടെ എന്താണ് പ്രോഫിറ്റ് അല്ലല്ലോ, അവിടെ ഒരു സർവീസ് ആണ്. അങ്ങനെ അപ്പം എന്താണ് ഇപ്പോൾ ആൾക്കാർ കൂടുതലും അവിടെ നിന്ന് അവർ ലാഭം ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് മോട്ടിവേഷൻ കുറവായിരിക്കും എന്നാണ് ഈ ലാക്ക് ഓഫ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഇന്റർഫിയറൻസ് അല്ലെ, റെഗുലേഷൻസ് അല്ലെ, ഇത് ഇവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് അവിടെ ഓഡിറ്റ്സ് ഒക്കെ അക്കൗണ്ട്സ് ഇതെല്ലാം ആരാണ്, ഗവൺമെന്റ് ഒന്ന് അവർ ക്ലിയർ ആയിട്ട് നോക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പറേഷൻ എന്തായിരിക്കും, വളരെ സ്ലോ ആയതുകൊണ്ട് എന്താണ് ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഉണ്ട്, ഇതിന്റെ ഒരു പ്രവർത്തനം വളരെ സ്ലോ ആയിരിക്കും. ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, അതുമല്ലാതെ പല ആൾക്കാരും പല സ്വഭാവമായിരിക്കും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരാളുടെ അഭിപ്രായമായിരിക്കില്ല മറ്റുള്ളവരുടെ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് ഇതിലുണ്ടാവാം. അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടും കോൺഫ്ലിക്റ്റുകൾ എന്താണ് ഒരുപാട് ഉണ്ടായിരിക്കാം. അതും ഇതിന്റെ എന്താണ് ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. അതിൽ ഫസ്റ്റ് വൺ ഇസ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്. ആ വേർഡിൽ തന്നെ ഉണ്ട്, കൺസ്യൂമേഴ്സിന് വേണ്ടിയാണ് അല്ലെ. കൺസ്യൂമേഴ്സിന് നല്ല റേറ്റിന് നമുക്ക് സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഈ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് അവർ പ്രൊഡ്യൂസറിന്റെ നിന്നും ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമറിന് അവർ എന്ത് ചെയ്യും, ലോ പ്രൈസിന് സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് ആ മിഡിൽമെനിന്റെ ഒരു എന്താണ് ഇൻവോൾവ്മെന്റ് കുറയ്ക്കും തോറും നമുക്ക് എന്താണ് സാധനങ്ങളുടെ പ്രൈസ് കുറയ്ക്കാനും സഹായിക്കും. നെക്സ്റ്റ് ഇസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഹെൽപ്പാണ് ഈ സൊസൈറ്റീസ് നൽകുന്നത്. അതായത് അവർക്ക് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് അവർ കളക്ട് ചെയ്യും. പിന്നെ ഈ ഫിനിഷ്ഡ് ഗുഡ്സ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് അവർ കൺസ്യൂമറിലേക്ക് എത്തിക്കാനും ഒക്കെ അവർ ഹെൽപ്പ് ചെയ്യും. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ ഹാൻഡ്ലൂം വീവേഴ്സ് കോർപ്പറേഷൻ, ആർട്ടിസൻസ് കോപ്പറേറ്റീവ്സ്, ഇവരൊക്കെയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻക്ലൂഡഡ് ആയത്. നെക്സ്റ്റ് ഇസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. അവരെന്താണ് പ്രധാനമായിട്ട് ഫാമേഴ്സിന്റെ ഇന്ന് പ്രോഡക്ട്സ് കളക്ട് ചെയ്തിട്ട് അവർക്ക് എന്താണ് നല്ല ഫെയർ പ്രൈസ് ഒരു ഫാമേഴ്സിന് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നു ഇവര്. ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അമുൽ അല്ലെ, അവര് എന്താണ് സൊസൈറ്റി, അവര് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പഞ്ചായത്തിലും തന്നെ മിൽക്ക് സൊസൈറ്റീസ് ഒക്കെ സ്ഥാപിച്ച് ഫാമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, മിൽക്ക് കളക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഫാമേഴ്സിന് എന്താണ് ഒരു മിൽക്കിന് നല്ലൊരു എമൗണ്ട് തന്നെ അവർക്ക് ഫെയർ ആയിട്ടുള്ള പ്രൈസ് നൽകാനും സാധിക്കുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതാണ്, ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. ഫാമേഴ്സ് ഈ നെയിമിൽ തന്നെ ഉണ്ട്, അവരെന്താണ് ചെയ്യുന്നത്, ഫാമേഴ്സിന് സീഡ്സും ഫെർട്ടിലൈസേഴ്സും മെഷീനറീസ് ഒക്കെ സബ്സിഡറി കോസ്റ്റിൽ എന്ത് നൽകുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഫാമേഴ്സിന് എന്താണ് വില കയറ്റം അങ്ങനത്തെ പ്രശ്നം, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ഉടനെ കൊടുക്കേണ്ട അങ്ങനത്തെ ഒരു ആവശ്യത്തിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വന്നതില്ലേ. ഫോർ എക്സാമ്പിൾ IFFCO, അതായത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് അല്ലെ. അവരെന്ത് ഫാമേഴ്സിന് നല്ല വില കുറഞ്ഞത് അല്ലെങ്കിൽ സബ്സിഡി ആയിട്ട് എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഴ്സും സീഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. മണി ലെൻഡേഴ്സ് അങ്ങനെയുള്ളവരിൽ നിന്നും ചെറിയ ബിസിനസ് ചെയ്യുന്ന ഫാമേഴ്സിനെയും എന്താണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അവർ വളരെ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫാമേഴ്സിനായാലും പുതിയതായിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കായാലും എല്ലാവരുടെയും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു അല്ലെ. ഫോർ എക്സാമ്പിൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, വില്ലേജ് ക്രെഡിറ്റ് സൊസൈറ്റി തുടങ്ങിയവയാണ് ഇതിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. ഇവിടെ എന്താണ് മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് അവരെന്ത് ചെയ്യും, ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ്, വീട്. അപ്പൊ ഈ ബൾക്കായിട്ട് നമ്മൾ വലിയൊരു ലോൺ പ്ലോട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്താണ് അവർക്ക് ചീപ്പായിട്ട് പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ഥലം വാങ്ങിക്കാൻ പറ്റും, വീട് വയ്ക്കാം, അതും ചീപ്പായിട്ട്. അപ്പൊ അത് അങ്ങനത്തെ ഉള്ള എന്താണ് ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ കോപ്പറേറ്റീവ് ഹൗസിംഗ് കോളനീസ് ഇൻ മുംബൈ ആൻഡ് ഡൽഹി. നെക്സ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സാമ്പിൾസ് നോക്കാം അല്ലെ. വില്ലേജിൽ എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ചെയ്യുന്നത്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ, ഫാമേഴ്സിനൊക്കെ ലോൺ സ്മോൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിന് ലോൺസ് അവൈലബിൾ ആയിട്ട് കൊടുക്കും അല്ലെ. അപ്പോൾ അവർക്ക് വലിയ മണി ലെൻഡേഴ്സ്, ഈ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഹൈ റേറ്റിലൊക്കെ കൊടുത്ത് അവരെന്താണ് ചൂഷണം ചെയ്യുന്നതിനെക്കാട്ടി ഇവരെന്ത് ചെയ്യും, അതിൽ നിന്നുമൊക്കെ ഫാമേഴ്സിനെ രക്ഷിക്കുകയാണ് ഈ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ, അതായത് നമുക്കിപ്പോൾ നമ്മൾ പഠിച്ചു അല്ലെ, മിൽക്ക് സൊസൈറ്റീസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരെന്താണ് മിൽക്സ് ഒക്കെ കളക്ട് ചെയ്ത് ഫാമേഴ്സിന് അപ്പോൾ ഫെയർ പ്രൈസ് കിട്ടുകയും ചെയ്യും. അവർക്ക് അവർക്കും എന്താണ് ആ സൊസൈറ്റി വഴി ഫാമേഴ്സിന്റെ ഒരു ലൈഫ് നമുക്ക് മെച്ചപ്പെടുത്താനും സാധിക്കും.
നെക്സ്റ്റ് സിറ്റി സിനാരിയോസ് അല്ലെ. സിറ്റീസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് ഈ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെയാണ് അല്ലെ. ഇപ്പൊ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം കൂടെ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും, ഒരു പ്ലോട്ട് ഒരു കുറച്ച് ഏരിയാസ് കൂടുതൽ ബൾക്കായിട്ട് വാങ്ങിക്കും. അവരെന്നിട്ട് എന്ത് ചെയ്യും, സ്വന്തമായിട്ട് അപ്പാർട്ട്മെന്റ്സ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ആക്ച്വലി വെളിയിൽ നിന്ന് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെയും കാട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി ഹൗസസ് ലോ കോസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യാൻ അവര് ഈ സൊസൈറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Next form of business organization is a company. It is an artificial legal person created by law. Because a company is not a living human being, yet the law treat it exactly as it were a person. അതായത് ഇപ്പോൾ കമ്പനി ഒരു പേഴ്സൺ ഒന്നുമല്ല, പക്ഷെ എന്താണ് ഒരു കമ്പനിയെ ഒരു പേഴ്സൺ ആയിട്ടാണ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത്. അതായത് അവർക്ക് ഒരു കുറേ ഈ കമ്പനിക്ക് ഒരുപാട് ഒരു പേഴ്സൺ ഉള്ളതുപോലെ കുറേ ആപ്ലിക്കബിൾ അവകാശങ്ങളും റൂൾസും ഒക്കെ ഉണ്ട് അല്ലെ. അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു സൈനിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനും ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യാനും എല്ലാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴിവുണ്ട് അല്ലെ. ദിസ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പ്രോസസ് കേപ്പബിൾ ഓഫ് ഓയിങ് പ്രോപ്പർട്ടി അല്ലെ. പ്രോപ്പർട്ടീസ് വാങ്ങിക്കാം, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, സൂയിങ് അതേഴ്സ് അല്ലെ, കേസ് കൊടുക്കാൻ പറ്റും, ആൻഡ് ബീയിങ് സ്യൂഡ് അല്ലെ. ഒരു കമ്പനിക്കെതിരെ വേറെ ഒരാൾക്കും എന്ത് ചെയ്യാം, കേസ് നൽകാനും സാധിക്കും. all in its own name അല്ലെ, കമ്പനിയുടെ പേരിലാണ്, കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. പക്ഷെ അതിലെന്താണ്, ഒരിക്കലും അതിൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ പേരിലല്ല അത് വരുന്നത്, കമ്പനിയുടെ പേരിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നാണ് പറയുന്നത് ഒരു കമ്പനിയെ. നെക്സ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനി അല്ല അല്ലെ. ഇഫ് യു ഓൺ ഷെയർ ഇൻ എ കമ്പനി, യു ആൻഡ് ദ കമ്പനി ആർ ടു ഡിസ്റ്റിങ്ക്ട് ലീഗൽ എൻറ്റിറ്റീസ്. ദ കമ്പനീസ് ഡെപ്റ്റ്സ് ആർ നോട്ട് യുവർ പേഴ്സണൽ ഡെപ്റ്റ്സ് അല്ലെ. കമ്പനിയിൽ നമ്മൾ എന്തെങ്കിലും ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളും കമ്പനിയും രണ്ടും ഒരു എൻറ്റിറ്റിയാണ്. ഒരിക്കലും നമ്മുടെ പേഴ്സണൽ അസറ്റ്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രയാണ് ഷെയർ അത്രയും ലോസ് മാത്രം നമ്മൾ ബെയർ ചെയ്താൽ മതി. നെക്സ്റ്റ് ഗവേൺഡ് ബൈ ലോ അല്ലെ. ഇൻ ഇന്ത്യയിൽ ആ കമ്പനി നടത്തുന്ന ഏത് റൂള് പ്രകാരമാണ്, അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഈ കമ്പനീസ് ഫ്രെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. കീ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. ഫസ്റ്റ് വൺ ഇസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു കമ്പനിയെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതായത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് ലോ കണക്കാക്കുന്നത്. അവർക്ക് അവരുടേതായ പേരിൽ സ്ഥലം വാങ്ങിക്കാനും പ്രോപ്പർട്ടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും ഒരാൾക്കെതിരെ കേസ് കൊടുക്കാനും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനും എല്ലാം അവകാശമുണ്ട്. കമ്പനിയെ ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി തന്നെ ഉണ്ടെന്ന് പറയുന്നത്. The company's identity is distinct from its owners. Creditors sue the company, not individual shareholders അല്ലെ. ക്രെഡിറ്റേഴ്സിനെ സ്യൂ ചെയ്യാൻ ഷെയർ ഹോൾഡേഴ്സിനല്ല, കമ്പനിയുടെ പേരിലാണ് എന്ത് പ്രശ്നം വന്നാലും എന്ത് കേസ് വന്നാലും അവർ കൊടുക്കുന്നത്. എക്സാമ്പിൾ, എ സപ്ലയർ cannot sue രത്തൻ ടാറ്റ പേഴ്സണലി ഫോർ ടാറ്റ മോട്ടോഴ്സ് ഡെറ്റ് അല്ലെ. ടാറ്റ മോട്ടോഴ്സ് ഡെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും രത്തൻ ടാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പറ്റില്ല. കമ്പനിയുടെ പേരിലേ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇസ് പെർപെച്വൽ സക്സഷൻ അല്ലെ. അതായത് ഓണേഴ്സ് ക്യാൻ ഡൈ, സെൽ ഷെയർസ് ഓർ റിസൈൻ. The company continues to exist until it is formally owned by the law അല്ലെ. ഒരു അതായത് കമ്പനിയിൽ ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് വിറ്റിട്ട് പോയി അല്ലെങ്കിൽ അവരവിടെ നിന്ന് റിസൈൻ ചെയ്തു, ഡെത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാലൊന്നും ഒരു കമ്പനി എന്തായാലും നിൽക്കില്ല അല്ലെ. അതെന്താണ്, കണ്ടിന്യൂ ചെയ്യും അൺലെസ് ആ ഒരു ലോ പ്രകാരം അത് നിർത്തുന്നത് വരെ ഒരു കമ്പനി എന്ത് ചെയ്യും, ലോങ് റണ്ണിൽ സ്റ്റെബിൾ ആയിട്ട് റൺ ചെയ്യും. കാരണം ഷെയർസ് വാങ്ങിക്കും, വേറെ ആൾക്കാർ അത് വാങ്ങിക്കും, ഷെയർ വാങ്ങിക്കുന്നവർ വിൽക്കും, പുതിയ ആൾക്കാർ വാങ്ങി, അത് കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരാൾ സെല്ല് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരിക്കലും ഒരു കമ്പനി നിർത്തില്ല. അതാണ് പെർപെച്വൽ സക്സഷനിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി അല്ലെ. ഇഫ് യു ഇൻവെസ്റ്റ്, നമ്മൾ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ്, 10,000 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്, നമ്മുടെ ലോസ് എത്രയേ ഉള്ളൂ, 10,000 മാത്രമാണ്. അല്ലാതെ നമുക്ക് നമ്മുടെ പേഴ്സണൽ അസറ്റ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവിടെ ആ കമ്പനിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് എടുക്കാനുള്ള അവകാശമില്ല. അതാണ് ഇവിടെ എക്സാമ്പിൾ. ഇഫ് യു ഇൻവെസ്റ്റ് 10,000 ഇൻ ഷെയർ, യുവർ മാക്സിമം ലോസസ് എത്രയാണ്, 10,000. ഈവൻ ഇഫ് ദ കമ്പനി ഓസ് മില്യൺസ് അല്ലെ, മില്യൺ രൂപ അവർക്ക് കടം ഉണ്ടെങ്കിലും
അവർക്ക് എന്താണ് 10,000 മാത്രമേ നമുക്ക് എന്താണോ നഷ്ടം വഹിക്കേണ്ട കാര്യമുള്ളൂ. യുവർ ഹോം കാർ സേവിങ്സ് റിമെയിൻ കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റ്. നമ്മുടെ സേവിങ്സ് ഒക്കെ പ്രൈവറ്റ് സേവിങ്സ് ഒക്കെ എന്താണ് സേഫ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് കോമൺ സീൽ ആൻഡ് ഷെയർ ട്രാൻസ്ഫറബിലിറ്റി അല്ലെ. അതായത് കോമൺ സീൽ കാണും, ഒരു കമ്പനിക്ക് ഒരു കോമൺ സീലും ഷെയറും ഒക്കെ എല്ലാം കാണും, സീല് കാണും. അതായത് ഷെയർ ട്രാൻസ്ഫറബിലിറ്റി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പനിയുടെ ഷെയർ നമുക്ക് ഈസിലി പബ്ലിക്കിൽ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലെ. അതായത് ഒരു കമ്പനി ദ കമ്പനീസ് ഒഫീഷ്യൽ സ്റ്റാമ്പ് ഓതന്റിക്കേറ്റ്സ് ലീഗൽ ഡോക്യുമെന്റ്സ് അല്ലെ. ഒരു ലീഗൽ ഡോക്യുമെന്റ്സ് ആ കമ്പനി ആണെന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാമ്പാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ പബ്ലിക് കമ്പനീസ് ഷെയർസ് ക്യാൻ ബി ഫ്രീലി ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിത്തൗട്ട് റിക്വയറിംഗ് അപ്രൂവൽ ഫ്രം ദ അതർ സ്റ്റേക്ക് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ. നമുക്ക് എന്താണ് ഒരു കമ്പനിക്ക് പബ്ലിക്കലി ഷെയർ വിൽക്കുമ്പോൾ നമുക്ക് വേറൊരു ഷെയർ ഹോൾഡറുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വിൽക്കാം, വേണമെങ്കിൽ വാങ്ങിക്കാം, അതിൽ ആരുടെ അപ്രൂവലോ സമ്മതമോ ഒന്നും ആവശ്യമില്ല. അതാണ് ഷെയർ ട്രാൻസ്ഫറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറിറ്റ്സ് ഓഫ് എ കമ്പനി. ഫസ്റ്റ് വൺ ഇസ് ലിമിറ്റഡ് ലയബിലിറ്റി അല്ലെ. ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ അല്ലെ. ഒരിക്കലും അവർക്ക് എന്താണ് ആ ഷെയർ ഹോൾഡേഴ്സിന് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് അത്രയും മാത്രമേ അവർ ലയബിൾ ഉള്ളൂ. ബാക്കി അതിൽ എക്സ്ട്രാ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്പനി തന്നെ അത് വഹിക്കണം, അല്ലാതെ അത് ഷെയർ ഹോൾഡേഴ്സിന് അതിൽ ബാധകമില്ല. അവരുടെ പേഴ്സണൽ അസറ്റ്സ് ഒന്നും നമുക്ക് റിസ്ക് ചെയ്യാനോ യൂസ് ചെയ്യാനോ സാധിക്കില്ല. നെക്സ്റ്റ് ഇസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലെ. ഒരു കമ്പനിയുടെ പേര് ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ടാണ്, അല്ലാതെ അതിലെ ഷെയർ ഹോൾഡേഴ്സിനെ ഒന്നും അവരെന്ത് ചെയ്യില്ല, അഫക്റ്റ് ചെയ്യില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാലും എല്ലാം എന്താണ് ചെയ്യുന്നത്, കമ്പനിയുടെ പേരിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് അല്ലാതെ അതെന്താ അതിലെ ഷെയർ ഹോൾഡേഴ്സിന് അതിലെ ഒരു എന്താണ് റിസ്ക്കും ഇല്ല, അവരുടെ നെയിമിൽ നമുക്കൊന്നും ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കില്ല. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കമ്പനി ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് പെർപച്വൽ സസെഷൻ അല്ലെ. ഒരു കമ്പനിയിൽ ഒരാൾ മരിക്കുകയാണെങ്കിലോ റിട്ടയർ ആണ് ഒന്നും ഒരു കമ്പനിയെ ബാധിക്കില്ല. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും ലോങ് ടേം ആയിട്ട്. അവരുടെ എന്താണ് എന്തെങ്കിലും ഒരു ലോ പ്രകാരം മാത്രമേ ഒരു കമ്പനിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് പെർപച്വൽ സസെഷൻ. നെക്സ്റ്റ് മെറിറ്റ് എന്താണ്, ലാർജ് ക്യാപിറ്റൽ ബേസ് അല്ലേ. ഒരു കമ്പനിക്ക് ഒരുപാട് ക്യാപിറ്റൽ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്, കമ്പനിയെ നമുക്ക് എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിലായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് എമൗണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ അല്ലേ. നമുക്ക് ഷെയർ ഒക്കെ പബ്ലിക്ലി നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഫ്രീ ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കുകയോ വിൽക്കുകയോ എല്ലാ സമയം എപ്പം വേണമെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് സമയത്തിന് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാം. നമുക്ക് അതിൽ ആരുടെയും എന്താണ് സമ്മതമോ അല്ലെങ്കിൽ ഒരു അപ്രൂവലോ ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ് ഇസ് പ്രൊഫഷണൽ മാനേജ്മെന്റ് അല്ലെ. കമ്പനി എന്ത് ചെയ്യും, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസിനായിരിക്കും അവരെ അപ്പോയിന്റ് ചെയ്യുക അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് അവർ നല്ല രീതിയിൽ മാനേജ്മെന്റ് നല്ല എഫക്റ്റീവ് ആയിട്ട് തന്നെ റൺ ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പനി. അതെന്താണ്, കോംപ്ലക്സ് ഫോർമേഷൻ അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഫോം ചെയ്യാൻ തന്നെ എന്താണ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോം ചെയ്യണം അല്ലേ. ആദ്യം നമ്മൾ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്ട്രാർ ഓഫ് ദ കമ്പനിക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലേ. അത് ഫീ കൊടുക്കണം. അഡ്ഹറൻസ് ടു കമ്പനീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ പോളിസീസും നമ്മൾ പാലിക്കണം. This process can take weeks or months and requires professional help from lawyers and chartered accountants. ഈ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പാടുള്ളതും ദൈർഘ്യമുള്ളതുമാണ് അല്ലെ, ടൈം എടുക്കുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് അതിന് എന്താണ് ലോയേഴ്സിന്റെയും ചാർട്ടേഡ് അക്കൗണ്ടിന്റെയും എല്ലാം ഹെൽപ്പ് നമുക്ക് ആവശ്യമായിരിക്കും. അതാണ് റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് എ കഫേ ആസ് എ സോൾ പ്രൊപ്പറൈറ്റർ റിക്വയർസ് വിച്വലി നോ പേപ്പർ വർക്ക് അല്ലെ. ഒറ്റയ്ക്ക് നമുക്ക് തുടങ്ങിയാൽ നമുക്ക് അങ്ങനെ വലിയ പേപ്പർ വർക്കൊന്നുമില്ല. പക്ഷേ സ്റ്റാർട്ടിങ് ദി സെയിം കഫേ ആസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മൾട്ടിപ്പിൾ ലീഗൽ ഫില്ലിങ്സ് ഉണ്ട്. A minimum of 2 directors and a registered office address വേണം. All well before serving is a single cup of coffee അല്ലേ. ഇവിടെ രണ്ടും ഒന്നാണ്, ഒരു കോഫി തന്നെയാണ് വിൽക്കുന്നത്. പക്ഷെ അത് സോൾ പ്രൊപ്പറൈറ്റർ ആയിട്ട് ഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കുറേ റൂൾസും റെഗുലേഷൻസ് ഒക്കെ പാലിക്കണം. സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ ഒരു എഗ്രിമെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു.
നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ലാക്ക് ഓഫ് സീക്രസി അല്ലേ. നമുക്കൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എല്ലാം അല്ലെ, ആനുവൽ ഷെയർ ആയാലും ഷെയർ പ്രൈസ് ആയാലും റിപ്പോർട്ട്സും എല്ലാം ചെയ്യണം, നമ്മളത് പബ്ലിഷ് ചെയ്യണം. കാരണം പബ്ലിക് ആണല്ലോ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക്കലി നമ്മുടെ ആനുവൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാം പബ്ലിഷ് ചെയ്യണം. അതുപോലെ ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്, സാലറീസ്, മേജർ ട്രാൻസാക്ഷൻസ് ഇതെല്ലാം എന്ത് ചെയ്യുമ്പോൾ ആൾക്കാരറിയാം. അവിടെ ഒരു സീക്രസി എന്താണ് നഷ്ടപ്പെട്ട ഒരു കമ്പനിയുടെ സീക്രസി ഒരിക്കലും അവിടെ കാണില്ല. സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് കീ ബിസിനസ് സെഗ്മെന്റ്സ് ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ആയിട്ട് നമുക്ക് പബ്ലിക്കിൽ കാണിക്കേണ്ടി വരും. നെക്സ്റ്റ് ഹൈ കംപ്ലയൻസ് കോസ്റ്റ് അല്ലേ. റണ്ണിങ് എ കമ്പനിക്ക് ഒരു വലിയൊരു എന്താണ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും അല്ലേ. റെഗുലർ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്സ് നടത്തണം, ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം രജിസ്റ്ററിന്, ലീഗൽ ഫീസ് ആൻഡ് ടാക്സ് ഫയലിങ്സ് നടത്തണം, ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും എന്താണ് ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കമ്പനി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. For example, a private company earning rupees 10 lakh per year may still spend rupees 2 to 3 lakh annually on compliance alone, regardless of its size. അല്ലേ, ഒരു 50 ലക്ഷം ഏൺ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഒരു 2 lakh അവർ ഓഡിറ്റും അങ്ങനത്തെ ഉള്ള കംപ്ലയൻസ് വർക്കുകൾക്കും എല്ലാം വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, എല്ലാ വർഷവും സ്പെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ലിമിറ്റേഷൻ സ്ലോ ഡിസിഷൻ മേക്കിംഗ്. ഒരു കമ്പനിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ഡിസിഷൻ മേക്കിങ്സ് വളരെ സ്ലോ ആയിരിക്കും അല്ലെ. അൺലൈക്ക് എ സോൾ പ്രൊപ്പറൈറ്റേഴ്സ് ഹു ക്യാൻ ആക്ട് ഇൻസ്റ്റന്റ്ലി, എ കമ്പനി ഡിസിഷൻ മസ്റ്റ് നാവിഗേറ്റ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് അപ്രൂവൽ. ഒരു കമ്പനിയിലെ സോൾ പ്രൊപ്പറൈറ്റേഴ്സ് ഒരാൾ മാത്രമല്ല, അയാൾക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യും. പക്ഷെ ഒരു കമ്പനി പ്രകാരം മൾട്ടിപ്പിൾ ലെവലിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് അവരുടെ അപ്രൂവലൊക്കെ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, ആദ്യം എന്താണ് ബോർഡ് അവരെ അപ്രൂവൽ ചെയ്യണം, അതർവൈസ് ദ പ്രപ്പോസൽ അവരെ അപ്രൂവ് ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിന്റെ വോട്ട് അല്ലെ, അവർ ഫോമിലി അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആ ഡിസിഷനിൽ വോട്ട് നമ്മൾ എന്താണ് അവരുടെ വോട്ട് നമ്മൾ റേസ് ചെയ്യണം. എന്നിട്ട് ലീഗൽ റിവ്യൂസ്, അത് കഴിഞ്ഞ് ലീഗലി അത് എന്താണ് നമുക്ക് ക്യാപ്പബിൾ ആയിരിക്കുമോ, നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ലാസ്റ്റ് ആണ് എന്താന്ന് നമുക്കൊരു ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് പല പ്രോസസ്സിൽ കൂടെ തളർന്നു പോവേണ്ട ആവശ്യമുണ്ട് ഒരു കമ്പനിയിൽ. For example, if a public company want to urgently revise this product pricing, it may require a board resolution, shareholders notification and compliance review, a process that makes days or even weeks. A sole proprietor changes the price tag in minutes അല്ലേ. ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ ഒരു പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ എല്ലാം എന്താണ് ഒരുപാട് ബോർഡിൽ എന്താണ് റെസൊല്യൂഷൻസ് പാസ്സാവണം, ഷെയർ ഹോൾഡേഴ്സിന് നോട്ടിഫിക്കേഷൻ കൊടുക്കണം, കംപ്ലയൻസ് റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യണം. എല്ലാം ചെയ്ത് കുറേ പ്രോസസ്സ് കഴിഞ്ഞ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു ചേഞ്ച് നമുക്കൊരു ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലാണെങ്കിൽ എന്താണ് മിനിറ്റ്സ് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, കാരണം ഒരാളേ ഉള്ളൂ, ആരുടെ കയ്യിൽ നിന്ന് ചോദിക്കേണ്ട നമുക്ക് ആവശ്യം, ഉടനെ തന്നെ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നു. ലാസ്റ്റ് ലിമിറ്റേഷൻസ് എന്താണ്, പോസിബിലിറ്റി ഓഫ് ഫ്രോഡ് അല്ലേ. ഫ്രോഡ് അതായത് ഓണറും മാനേജ്മെന്റും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഫ്രോഡ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അവർക്ക് എന്താ മാനിപ്പുലേറ്റ് അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യാനും ഫണ്ട്സ് മിസ്യൂസ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. For example, the Satyam scams 2009 അല്ലേ, in one of the India's biggest cooperative fraud, the chairman and the top management of Satyam Computers falsified accounts worth over 7,000 crores. Most shareholders had no idea, exposing the danger gap between ownership and active governance അല്ലേ. അതായത് മാനേജ്മെന്റ് ചെയ്യുന്നത് വേറൊരാളും അവിടെ എന്താണ് ഓണേഴ്സ് വേറെ ആളും ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഒരു കമ്പനിയിൽ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഡിഫറെൻറ്റ് ബിസിനസ് ഓർഗനൈസേഷനുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യത്തേത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലേ. അവിടെ എന്താണ് ഫോർമേഷൻ ബൈ ബർത്ത് അല്ലേ, ബർത്ത് വഴിയാണ് അവിടെ ഉള്ളത്. മെമ്പർഷിപ്പ് എന്താണ് ബൈ ബർത്ത് അല്ലെങ്കിൽ ഓർ അഡോപ്ഷൻ വഴിയാണ് കിട്ടുന്നത്. മാനേജ് ചെയ്യുന്നത് ആരാണ്, ഫാമിലി ഹെഡായ കർത്തയാണ്. അവിടെ ലൈബിലിറ്റി എന്താണ്, കർത്തയുടെ ലൈബിലിറ്റി എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആയ ലൈബിലിറ്റി ഉണ്ട്. പക്ഷെ അതേഴ്സ് അതായത് കോ പാർട്ട്നേഴ്സിന് എന്താണ് ലിമിറ്റഡ് ലൈബിലിറ്റിയേ ഉള്ളൂ. എന്താണ് കണ്ടിന്യൂ ആഫ്റ്റർ കർത്താസ് ഡെത്ത് അല്ലേ, കർത്താസ് ഡെത്ത് മരിച്ചു പോയാലും എന്ത് ചെയ്യും, അവരുടെ ഇത് ആക്ടിവിറ്റി എന്താവും, ഈ ബിസിനസ് എന്താണ് കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് ആരാണോ എന്താണ് ലീഗലി റൈറ്റ് ഉള്ളത് അല്ലെങ്കിൽ എൽഡർ പേഴ്സണിന്റെ ഫാമിലി അവർക്ക് എന്ത് ചെയ്യും, ആ പൊസിഷൻ കർത്ത എന്ന പൊസിഷൻ പോവുകയും ആ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യും. ഇവിടെ പ്രോഫിറ്റ് എന്താണ്, ഫാമിലിയുടെ ബെനിഫിറ്റ് ആണ് ഇവരുടെ മോട്ടീവ്. നെക്സ്റ്റ് ഗവർണിംഗ് അല്ലെ, ഏത് ലോ
പ്രകാരം ഹിന്ദു സബ്സെക്ഷൻ ആക്ട് 1956 പ്രകാരമാണ് ഇത് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഗവേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ, അവരെന്താണ് ഫോം ചെയ്യുന്നത് വോളണ്ടറി രജിസ്ട്രേഷൻ വഴി അല്ലേ, സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഹെൽപ്പ് ചെയ്യണം എന്നൊരു മെന്റാലിറ്റിയിലാണ് എന്താണ് ഇതിൽ ഒരു വോളണ്ടറി ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത്. മെമ്പർഷിപ്പ് ഓപ്പൺ ടു എല്ലാ എലിജിബിൾ പേഴ്സൺസും ആർക്ക് വേണമെങ്കിലും വന്ന് എന്താണ് അപ്ലൈ ചെയ്യാം. മാനേജ്മെന്റ് എന്താണ് ഇലക്റ്റഡ് കമ്മിറ്റികളാണ് അത് എന്ത് ചെയ്യുന്നത് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് അല്ലേ. അവിടെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണ് ഉള്ളത്. ലയബിലിറ്റി ലിമിറ്റഡ് ടു ഷെയർ, നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് ലയബിലിറ്റി ഉള്ളൂ. നെക്സ്റ്റ് ഇസ് പെർപച്വൽ എക്സിസ്റ്റൻസ് അല്ലെ, കണ്ടിന്യൂസ് അല്ലെ, എവിടെയും ഒരു കമ്പനിയിൽ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ റിട്ടയർ ചെയ്താന്ന് പറഞ്ഞ് എന്താണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് അതെന്താണ് നിൽക്കത്തില്ല, അതെന്താണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കും, നടന്നുകൊണ്ടേ ഇരിക്കും. പ്രോഫിറ്റ് എന്താണ് ഇവിടെ മോട്ടീവ് എന്താണ്, മെമ്പേഴ്സിന്റെ സർവീസ് ആണ് മോട്ടീവ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് ഏത് ആക്ട് ഗവേണിംഗ് ലോ പ്രകാരമാണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ഗവേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് കമ്പനി ലീഗൽ ഇൻകോർപ്പറേഷൻ അല്ല, ലീഗലി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് ഒരു കമ്പനി, ലീഗലി ഒരു എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താണ് കമ്പനി എന്ന് പറയുന്നത്. അവിടെ മെമ്പർഷിപ്പ് എന്താണ് ബൈയിങ് ഷെയർ വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നു. നമ്മൾ മാനേജ് ചെയ്യുന്നത് ആരാണ്, അവിടെ കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. അവിടെ ലയബിലിറ്റി എന്താണ് നമ്മുടെ ടു ദ ഷെയർ ഹോൾഡേഴ്സ് അല്ലെ, ഷെയർ ഹോൾഡിങ്സിൽ എത്ര ഷെയർ ഉണ്ടോ അത്രയും നമുക്ക് ലയബിലിറ്റിയെ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് പെർപച്വൽ സസെഷൻ അല്ലെ, ഒരു കമ്പനിയും എന്താണ് ഒരിക്കലും നിൽക്കില്ല. അടുത്തത് എന്താണ് ഒരു ഷെയർ ഹോൾഡർ മരിച്ചു എന്ന് പറഞ്ഞു എന്താണ് ഒരിക്കലും അതെന്താണ് കമ്പനി നമുക്ക് നിൽക്കില്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. മോട്ടീവ് എന്താണ് ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ ആണ് ഒരു കമ്പനിയുടെ മെയിൻ മോട്ടീവ്. നെക്സ്റ്റ് ഏത് എന്താണ് കമ്പനി ഗവേണിംഗ് ലോ ഏതാണ്, കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് കമ്പനീസ് ആക്ട് നിലനിൽക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്, ക്ലിയർ കൺസെപ്റ്റ് ഫോർ സ്മാർട്ടർ സ്റ്റഡി. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. Thank you for watching. See you in next class.